നാട്യാണോ പതാണോ ഏതാ മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കേമായി ഗംഭീരായിരിക്കണു. ആരാ? എന്താ വേണ്ടേ? ആശാനെ കാണാൻ വന്നതാ. ആരാ? എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. കാച്ചാങ്കുറിശി. ആശാന്റെ ശിഷ്യത്വം കിട്ടണമെന്ന കൊതി. കഥകളിയിലെ അല്പജ്ഞാനം മുഴുഭ്രാന്താക്കണമെന്ന് തോന്നി തുടങ്ങിയിരിക്കണു. അടിയനെ കൈവിടരുത്. മനക്കിലെ കളരിയിൽ അടിയന് കച്ചയും മെഴുക്കും തരണം. ഇതേപ്പം നന്നായേ. എടോ, ഈ പ്രായത്തിലാണോ കഥകളി തുടങ്ങുക? ഇവിടെ അച്ഛാ കളരി തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട സൗകര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഉള്ള സൗകര്യമൊക്കെ അടിയന് ധാരാളം. അവിടുത്തെ ശിഷ്യനാവുക എന്നത് അടിയന്റെ ഭാഗ്യം. താൻ എൻ്റെ വേഷം കണ്ടിട്ടുണ്ടോ അതൊക്കെ പറയാൻ? വെറും മോഹമുണ്ടായാൽ മാത്രം പോരാ. ദൂരെ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അടുത്തു വരാൻ പേടിയായിരുന്നു. അണിയറപ്പന്തലിൻ്റെ ഓല മാറ്റി കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. ദക്ഷൻ, രണ്ടാം ദിവസത്തെ നളൻ, ഉദ്ഭവത്തിലെ രാവണൻ, സുഭദ്രാഹരണത്തിലെ അർജുനൻ, സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ, അംബരീഷ ചരിതത്തിലെ ദുർവാസാവ്. അപ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് തവണ നമസ്കരിച്ചിട്ടുണ്ട്. അത് നന്നായി. താൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ സ്വന്തം കേശഭാരത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്താറുണ്ട്. തന്നെ എനിക്ക് ശരിക്കങ്ങട് മനസ്സിലായില്ലാലോ. മനസ്സിലാവാൻ മാത്രമൊന്നുമില്ല. തൊട്ടാ കണ്ണു ചെമ്മണ്ണൊരു തൊട്ടാവാടി, അത്രയേ ഉള്ളൂ ആശാനെ. ആശാനെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാപ്പിയൂടി കഴിഞ്ഞിട്ട് മതി. വന്നയാളോട് വടക്കുറത്തേക്ക് പോരാൻ പറഞ്ഞോളൂ. ആരാച്ചാലും കാപ്പിയും പലഹാരവും കഴിച്ചിട്ട് മതി വർത്താനം. ഓഹോ. ആരാ ആശാനെ? കളിക്കാരനാ? പഴം. ആരാണ്, എവിടുന്നാണെന്നൊക്കെ ചോദിക്കാൻ അന്തർജനെ ഏൽപ്പിച്ചിരിക്കണു. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലാലോ, അതാ. ആദ്യമായിട്ടാണ് കിള്ളിക്കുറിശി മംഗലത്ത്. മനക്കില് കളരി തുടങ്ങിയെന്നും രാവുണ്യാശാൻ ആദ്യാവസാനം ഇവിടെ ഉണ്ടെന്നും കേട്ടപ്പോ സന്തോഷായി. ആശാന്റെ കീഴില് കുറച്ചു കാലം പഠിക്കണമെന്നുണ്ട്, അതാ. എവിടെയാ നാട്? പാലക്കാടിന് ഇത്തിരി തെക്ക് മാറി കാച്ചാങ്കുറിശി എന്ന് പറയും. കൊല്ലംകോട്ടിനടുത്താ. അറിയാം. കഴിച്ചോളൂ. ആരൊക്കെയുണ്ട് വീട്ടില്? ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി. ഒറ്റത്തടിയാ. ദാരിദ്ര്യവും അലച്ചിലും കൊണ്ട് കല്യാണം കഴിക്കാനൊന്നും സമയവും കിട്ടിയില്ല. ആ, അതൊരു കണക്കിന് നന്നായി. അതെന്തേ നന്നായിന്ന്? അതോ, കഥകളിയിലാ കമ്പം ല്ലേ? അതെ. അവിടെ അടുത്തൊരു കളരിയില് കുറച്ചു കാലം ചൊല്ലിയാടി. ഓ, പഴം. വരിക മാല
എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി അടിയൻ ഭാഗ്യവാനാണ്. അന്തർജനം നടത്തുന്ന ഈ കളരിയിൽ എത്താൻ കഴിഞ്ഞല്ലോ. പക്ഷേ ആശാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആശാൻ പറയും. ഒന്ന് തൊഴാൻ. ആ ശബ്ദമാധുര്യത്തോട് ആശാനോട് ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിക്കാൻ. എന്താ ഈ കാണിക്കണത്? കൈ അങ്ങോട്ട് നേരെ വെക്ക. വൃത്തിയായിട്ട് അമർന്നിരിക്കേ കാലകത്ത്. ആ എന്താ താൻ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വരിക. ഇനി കുട്ടിയോട് കുറച്ച് വിശ്രമിക്കാം. താൻ കുറച്ച് പഠിച്ചു എന്നല്ലേ പറയണേ? ഒന്ന് ആടി കാണിക്ക. കറകളഞ്ഞ ഒരു പഠിത്തമൊന്നും ഉണ്ടായിട്ടില്ല, പൊറുക്കണം. ദക്ഷിണ വയ്ക്കാൻ ഒന്നുമില്ല, മുഴു ദാരിദ്ര്യാണ്. കുറെ കാലമായിട്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ നിഴലായിട്ട്. മോഹം ഒട്ടങ്ങട് അടങ്ങണമില്ല. മോഹം അടങ്ങരുത്, അടങ്ങിയാ തീർന്നു. എത്ര ചെയ്താലും ഇതല്ല ഇതല്ല ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്ന് തോന്നാത്തവൻ കലാകാരനല്ല. നന്നായിട്ട് വരും. ആട്. അസലായിരിക്കണം. ആ നല്ല പുട്ടും പപ്പടവും പഴവും ഒക്കെ ഉണ്ട്, എടുത്താലോ? വേണ്ട. ഓ ആയിക്കോട്ടെ. നിങ്ങളെ ഇവിടെ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ലല്ലോ. പാലക്കാട് നിന്ന് കുറച്ച് തെക്കാണ് ദേശം. ഇവിടെ മനക്കിൽ വന്നതാ. കഥകളിക്കാരനാ? അതെ, ആശാന്റെ കീഴിൽ പഠിക്കാൻ വന്നതാ. കിള്ളിക്കുറിശി മംഗലത്തെ കളരി തുടങ്ങിയ പിന്നെ എവിടുന്നൊക്കെയാ ആളുകൾ വരണേ? അല്ല, എവിടെയാ താമസം? കൂട്ടുപാതൊക്കെ എടുത്ത് ഒരു പീടിക മുറി കിട്ടിയിട്ടുണ്ട് തൽക്കാലം. ആ, നിങ്ങള് നായരോ നമ്പ്യാരോ മേനോനൊക്കെ ആണല്ലോ അല്ലേ? കണ്ടപ്പോ തോന്നി. അതാ അകത്ത് കയറ്റിയിരുത്തിയത്. പോവാ, പോ പോ. നമ്മുടെ ആശാനെ കുറിച്ചും പുറത്തൊക്കെ നല്ല മതിപ്പാ അല്ലേ? അല്ലാതെ ഇപ്പൊ ഇയാൾ അന്വേഷിച്ചു വരുവോ?
നമ്മുടെ നാട്ടില് കലാകാരന്മാരല്ലാത്തവര് ആരാടാ ഗോപാല? നമ്പ്യാർമാരുടെ ആ കൂത്തും ആ കൂടിയാട്ടവും നായരിച്ചികളുടെ ആ മോഹിനിയാട്ടം, ചെണ്ട, മിഴാവ്, മദ്ദളം, ഹൈ എന്താ ഈ നാട്? അല്ല നിങ്ങളും പാടാറില്ലേന്നും? ചായക്കടക്കാരനായത് ദുര്യോഗം. സ്വപ്നത്തിൽ നിങ്ങള് പാട്ടുകാരൻ നെടുങ്ങാടിയല്ലേന്നും? ആ അതും ശരിയാ, നിങ്ങളൊന്ന് പാടിയും. ഓ ആയിക്കോട്ടെ. മറിമാൻ കണ്ണീ മൗലിയുടെ മറിവാ ആർക്കിതറിയാം ഒരു രമിച്ചിരും നോരു മയാ അപരാധം